ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് ഈ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ പാസീവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങളുണ്ട്, മലയാളത്തിലുണ്ട്. അവനെ വിളിച്ചു, അവനെ ക്ഷണിച്ചു, അവനെ കണ്ടു എന്ന് പറയുന്നത്. മലയാളത്തിലൊരു പ്രത്യേകത, ചില വെർബ്സ്, ചില ക്രിയകള് രണ്ട് രീതിയിൽ പാസീവായി പറയാൻ കഴിയും. ഉദാഹരണമായിട്ട് അവനെ രക്ഷിച്ചു അല്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടു. അവനെ രക്ഷിച്ചു അല്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടു, രണ്ടും ഒരേ അർത്ഥമാണ്. എന്നാൽ എല്ലാ വെർബ്സും എല്ലാ ക്രിയകളും ഇതുപോലെ രണ്ട് രീതിയിൽ മലയാളത്തിൽ പറയാൻ കഴിയുകയില്ല. ഇക്കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ പ്രധാനപ്പെട്ടതാണ്, എല്ലാ വെർബ്സും പാസീവില് പറയാൻ സാധിക്കില്ല. ഉദാഹരണമായി ഞാൻ ഉറങ്ങി, എന്നെ ഉറങ്ങി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഞാൻ ക്ഷണിച്ചു, എന്നെ ക്ഷണിച്ചു, നമുക്കത് പറയാൻ കഴിയും. പക്ഷേ ഞാൻ ഉറങ്ങി, എന്നെ ഉറങ്ങി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും എല്ലാ വെർബ്സിനും എല്ലാ ക്രിയകൾക്കും പാസീവ് ഇല്ല. ഇക്കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നതിന്റെ പാസീവ് ആണ്. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് പേരൊന്നും പഠിക്കേണ്ട, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഞാൻ എഴുതാറുണ്ട്, അവൻ എഴുതാറുണ്ട്, ഞങ്ങൾ എഴുതാറുണ്ട്, ഇങ്ങനെയുള്ള വാചകങ്ങളാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ. അതിന്റെ പാസീവ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതുണ്ടാക്കുന്ന രീതി, സബ്ജക്റ്റ്, അതിന്റെ കൂടെ വെർബ് ബിയുടെ പ്രസന്റ് ഫോമിലുള്ള ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ, ഇതിലേതെങ്കിലും ഒന്ന് വയ്ക്കും. അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വയ്ക്കും. ഇങ്ങനെയാണ് ഈ ടെൻസിന്റെ പാസീവ് ഉണ്ടാക്കുന്നത്. നേരത്തെ കണ്ടത് ഇതില് ഈ പ്രസന്റ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ എഴുതാറുണ്ട്, ഐ റൈറ്റ്. ഞാൻ തിരഞ്ഞെടുക്കാറുണ്ട്, ഐ ചൂസ്. അവൻ തിരഞ്ഞെടുക്കാറുണ്ട്, ഹി ചൂസസ്. ഇവയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് അതിന്റെ പാസീവ്, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാമ്പിളായിട്ട് ഉപയോഗിക്കുന്നത് ചൂസ് എന്ന വെർബാണ്. ചൂസ്, ചോസ്, ചോസൻ, ആ വെർബാണ്. പാസീവിൽ എപ്പോഴും ഈ ഫോമാണ് ഉപയോഗിക്കുക. രണ്ട് വാചകങ്ങൾ നമ്മൾ കണ്ട്, ഐ ആം ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെടാറുണ്ട്. അതിന്റെ ചോദ്യം ആം മുന്നിലിട്ടാല് ചോദ്യമായി ആം ഐ ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറുണ്ടോ. ഇന്ന് അതിന്റെ നെഗറ്റീവ് ആണ് നാം കാണുന്നത്. ഐ ആം നോട്ട് ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറില്ല, എന്നെ ക്ഷണിക്കാറില്ല. എങ്ങനെ പറയും? ഐ ആം നോട്ട് ഇൻവൈറ്റഡ്, ഐ ആം നോട്ട് ഇൻവൈറ്റ്, എന്നെ ക്ഷണിക്കാറില്ല, എന്നെ സഹായിക്കാറില്ല. ഐ ആം നോട്ട് ഹെൽപ്ഡ്, ഐ ആം നോട്ട് ഹെൽപ്ഡ്. ആ രീതിയിൽ നമ്മൾ പാസീവ് ഉപയോഗിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഐ ആം നോട്ട് ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറില്ല. പഴയത് ഐ ഡോണ്ട് ചൂസ്, ഓർക്കുന്നുണ്ടോ? ഞാൻ തിരഞ്ഞെടുക്കാറില്ല. ഇത് ഐ ആം നോട്ട് ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറില്ല. ഐ ആം നോട്ട് ഹെൽപ്ഡ്, എന്നെ സഹായിക്കാറില്ല. നേരത്തെ പഠിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, നേരത്തെ പഠിച്ചത് ഞാൻ സഹായിക്കാറില്ല, ഞാൻ സഹായിക്കാറില്ല. ഐ ഡോണ്ട് ഹെൽപ്, ഐ ഡോണ്ട് ഹെൽപ്. ഐ ആം നോട്ട് ടോട്ട്, എന്നെ പഠിപ്പിക്കാറില്ല. നേരത്തെ കണ്ടത് ഞാൻ പഠിപ്പിക്കാറില്ല. എങ്ങനെയാണ്? ഐ ഡോണ്ട് ടീച്ച്, ഐ ഡോണ്ട് ടീച്ച്. ഓക്കെ. ഐ ആം നോട്ട് സെൻഡ്, എന്നെ അയക്കാറില്ല, ഞാൻ അയക്കാറില്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് സെൻഡ്, SEND, ഐ ഡോണ്ട് സെൻഡ്. ഐ ആം നോട്ട് പണിഷ്ഡ്, എന്നെ ശിക്ഷിക്കാറില്ല. ഐ ആം നോട്ട് പണിഷ്ഡ്, ഞാൻ ശിക്ഷിക്കാറില്ല. ഐ ഡോണ്ട് പണിഷ്, ഐ ഡോണ്ട് പണിഷ്. ഐ ആം നോട്ട് ടോൾഡ്, ഐ ആം നോട്ട് ടോൾഡ്. ഇത് ശ്രദ്ധിക്കണം, എന്നോട് പറയാറില്ല, എന്നെ പറയാറില്ല എന്നല്ല ഇത് നമ്മൾ തർജ്ജമ ചെയ്യേണ്ടത്. ഐ ആം നോട്ട് ടോൾഡിന്റെ മലയാളം എന്നോട് പറയാറില്ല. ഞാൻ പറയാറില്ല, ഐ ഡോണ്ട് ടെൽ, ഐ ഡോണ്ട് ടെൽ. നേരത്തെ കണ്ടതാ. എന്നോട് പറയാറില്ല, ഐ ആം നോട്ട് ടോൾഡ്, ഐ ആം നോട്ട് ടോൾഡ്. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഓക്കെ. ഐ ആം നോട്ട് ആസ്ക്ഡ്, ഇതും ശ്രദ്ധിക്കണം. ഐ ആം നോട്ട് ആസ്ക്ഡ്, എന്നോട് ചോദിക്കാറില്ല, എന്നെ ചോദിക്കാറില്ല എന്നല്ല മലയാളം, എന്നോട് ചോദിക്കാറില്ല. ഐ ആം നോട്ട് ആസ്ക്ഡ്, എന്നോട് ചോദിക്കാറില്ല, ഐ ആം നോട്ട് ആസ്ക്ഡ്. ഞാൻ ചോദിക്കാറില്ല എന്നെങ്ങനെ പറയും? നേരത്തെ കണ്ടതാ. ഇത് പാസീവ് അല്ല, അല്ലാതെ കണ്ടത്. ഐ ഡോണ്ട് ആസ്ക്, ഐ ഡോണ്ട് ആസ്ക്. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. മറ്റു വെർബ്സ് ഒക്കെ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം പാസീവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ രണ്ടുപേരിരുന്ന് പ്രാക്ടീസ് ചെയ്യുക.
ബോറടിക്കില്ല, തെറ്റുകളൊക്കെ തിരുത്താൻ പറ്റും. 3 വാചകങ്ങൾ നമ്മൾ കണ്ടു ഇതിൽ. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, നെഗറ്റീവ് ചോദ്യമുണ്ട്. ഐ ആം ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറുണ്ട്. ആം ഐ ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറുണ്ടോ? ഐ ആം നോട്ട് ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറില്ല. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. കുറച്ച് വെർബ്സ് എല്ലാ ദിവസവും പഠിക്കണം. അതുപോലെ പുതിയ വെർബ്സ് പഠിക്കുക, പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കുക, അർത്ഥം, ഉച്ചാരണം ഇതൊക്കെ പഠിക്കണം. ഒരു വാക്കുകൾ അറിയാമെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. നല്ല കമാൻഡ് ആയിരിക്കും ഇംഗ്ലീഷിൽ. അതുപോലെ പ്രധാനപ്പെട്ടതാണ് സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകളൊക്കെ വായിച്ച് നോക്കുക, നമുക്ക് മനസ്സിലാകുന്നുണ്ടോ. അതുപോലെ പുതിയ വാക്കുകളും പഠിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണം ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ്
വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 12ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രൂപങ്ങളാണ് ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസും മറ്റും ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ എഴുതാനോ സാധിക്കില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് നമ്മൾ ബേസ് ഫോമും പ്രസന്റ് ഫോമും അതിന്റെ പ്ലൂറലും ഒരേപോലെ ഇരിക്കുകയാണ്. ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ അവയുടെ ഉച്ചാരണവും അർത്ഥമൊക്കെ പ്രത്യേകം പഠിക്കണം. പിന്നെ പ്രസന്റ് ഫോമിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, അതിൽ പ്ലൂറലും സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ്. എസ്ഒ ISO ചേർത്തിട്ടുള്ള ആ വാക്ക് സിംഗുലർ ആയിരിക്കും. ഓക്കെ, പക്ഷെ അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. slay, slew, slain, take, took, taken, shake, shook, shaken, freeze, froze, frozen, forsake, forsook, forsaken, arise, arose, risen, rise, rose, risen. ഈ വാക്കുകളുടെ പ്രത്യേകത എന്താണ്? അത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വ്യത്യാസമുണ്ട്. മൂന്ന് രീതിയിലാണ്. ഇനിയുള്ള വെർബുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ED എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. അഡ്മിറ്റ്, അഡ്മിറ്റഡ്, അഡ്മിറ്റഡ്. അപ്രൂവ്, അപ്രൂവ്ഡ്, അപ്രൂവ്ഡ്. arrest, arrested, arrested. behave, behaved, behaved. brush, brushed, brushed. chew, chewed, chewed. contain, contained, contained. belong, belonged, belonged. damage, damaged, damaged. delay, delayed, delayed. gaze, gazed, gazed. examine, examined, examined. end, ended, ended. embarrass, embarrassed, embarrassed. explode, exploded, exploded. dust, dusted, dusted. dream, dreamed, dreamed. അതിൽ ഡ്രംഡ് എന്നുള്ള വാക്കുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലും. ഏൺ, ഏൺഡ്, ഏൺഡ്. decorate, decorated, decorated. accept, accepted, accepted. include, included, included. hurry, hurried, hurried. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. ഇവ പഠിച്ചാൽ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, സ്പെല്ലിങ് ചിലതൊക്കെ വ്യത്യാസം വരും. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ IES എന്നൊക്കെ ആയിരിക്കാം. അല്ലെ പാസ്റ്റിലൊക്കെ പോകുമ്പോൾ ചില ലെറ്റേഴ്സ് ഇരട്ടിക്കും, ഡബിൾ ആകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. ഓക്കെ.